അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ പോയി കറങ്ങി ഫ്രണ്ട്സിനെ കുറേ പേരെ കണ്ടു, കുറേ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് അടുത്ത സിനിമ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി സിനിമയാണ്. പിന്നെ ഒടിയേറ്റല്ലേ, വലിയ വിഷയമില്ല. ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുണ്ട്. ഇനി അടുത്ത തിരുനാൾ വരെ കുറേ ദിവസങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ വരും. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ അടുത്തൊരു കൂടെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത സിനിമ കാണാൻ പോവുകയാണ്. പിന്നെയും തിരിച്ച് നമ്മളിവിടെ എത്തി. വണ്ടി എടുത്ത് ഇറക്കി ഇനി അടുത്ത് അങ്ങോട്ട് പോകണം. അവിടെ നേരത്തെ ജിബിൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അവ ഇറങ്ങിയൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. കാരണമെന്ന് വെച്ചാൽ അവൻ്റെ വീട് കുറച്ച് ലോങ്ങാണ്. അപ്പോൾ എത്തുമ്പോഴേക്കും നമ്മളവിടെ എത്താനുള്ള പ്ലാനിലാണ് ഇറങ്ങുന്നത്. ബാക്കിയുള്ളവരൊക്കെ ടൈമിനെത്തും. എന്നാലും അവർക്കൊക്കെ അടുത്താണ്. നമ്മൾ ജിബിനാണ് കുറച്ചും കൂടെ ലോങ്. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇറങ്ങുമ്പം അവനവിടെ എത്തും. പിന്നെ സിനിമ കാണണം. അങ്ങനത്തെ കുറേ വൈബുകൾ. ഈ സ്പോട്ടിനെ പറ്റി ഞാൻ ഇനിയും പറയണ്ടല്ലോ. ഇത് നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം ഇതാണ്. ഇതിൻ്റെ ആ വീടൊക്കെ നിൽക്കുന്ന അവിടെയായിരുന്നു നമ്മൾ ക്രിക്കറ്റ് ആദ്യം ഞാൻ 6-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ വീടൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. കിടില ഏരിയയൊക്കെ ആയിരുന്നു, കളിച്ച് വളർന്ന ഏരിയകൾ. ഈ വീടൊക്കെ വയ്ക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയാണ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പുക വരുന്ന സ്പോട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് നേരെ പോവാം. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി പോയാൽ ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ ആ റോഡ്, ഓൾ സെയിൻസ് റോഡ്. ഇവിടെ ഈ റോഡ് കുറച്ച് നാൾ കഴിഞ്ഞാൽ കാണത്തില്ല. അതിൻ്റെ റീസണൊക്കെ കുറേ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇതൊക്കെ എടുത്താൽ അവർക്ക് ഈ ഒരു എയർപോർട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പാൻഡ് ചെയ്താൽ മാത്രമേ വലിയ റൺവേയും വലിയ ഫെസിലിറ്റീസ്, വേറെ വലിയ രീതിയിലുള്ള ഫെസിലിറ്റീസും അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമ്മളെ വലിയ ഫ്ലൈറ്റുകൾ ഇവിടെ വരത്തുള്ളൂ. ഇപ്പം വരുന്ന ഫ്ലൈറ്റല്ല, കുറച്ചും കൂടെ വലിയ ഫ്ലൈറ്റുകൾ ഇവിടെ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഈ റോഡ് എടുക്കുന്നത്. റോഡ് മാത്രമല്ല വേറെ കുറേ ഏരിയ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള വേറൊരു റോഡ് സെറ്റ് ചെയ്ത് തന്നിട്ടേ ഇവരെന്തായാലും ഇത് എടുക്കുകയുള്ളൂ. അതിന് ടൈം എടുക്കും എന്തായാലും. പിന്നെ അതുമല്ല ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു റിസോർട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ പുരോഗമനമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കാരണം നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ജോലിയൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ കാണിച്ചില്ല ടൈറ്റാനിയം അവരും അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്. അടുത്തുള്ളവർക്കൊക്കെ ജോലി കൊടുക്കും. എന്നിട്ട് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, കടലിലോട്ടൊക്കെ നല്ല രീതിക്ക് ഇത് വിടുന്നുണ്ട്. ഈ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് അവിടുത്തെ വേസ്റ്റൊക്കെ. പക്ഷെ നമ്മുടെ എയർപോർട്ടിൻ്റെ പരിപാടി ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. നമ്മുടെ നാട് വളരും, നല്ല എക്കോണമിക്ക് നല്ലൊരു ഇതാണ്, നന്നായിട്ട് ക്യാഷ് വരും. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ ജിബിൻ നിപ്പുണ്ട്. അവിടെ വന്നിട്ട് 10 മിനിറ്റിൽ കൂടുതലായെന്നാണ് പറയുന്നത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ളത് അപ്പർ സൈഡാണ്. സാധാരണ നമ്മൾ പാർക്ക് ചെയ്യുന്നത് നമ്മളെ തിയേറ്ററിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്യാറുണ്ട്. നമുക്ക് എന്തായാലും പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി. നേരെ തിയേറ്ററിലോട്ട് പോവാം. ഇനി 2 പേര് വരാനുണ്ട്. നമ്മൾ 3 പേരെത്തി. ഇനി അജ്മലും അഭിലാഷേട്ടനും വരാനുണ്ട്. ഇനി അവർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നടന്ന് ഞങ്ങൾ ഈ ഉദ്യാനത്തിലോട്ടെത്തി. ഈ വലിയ കെട്ടിടത്തിലാണ് നമ്മളിന്ന് സിനിമ കാണുന്നത്. അതിനിടയ്ക്ക് സഞ്ചാരം കയറി വന്നു. അതുകൂടെ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇവിടെ ഫ്രണ്ടിലോട്ട് പോയി നിൽക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അവർ വരുന്നവരെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്തായാലും ഇപ്പോൾ അവരെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 2 മിനിറ്റിനകത്ത് എത്തുമായിരിക്കും. പിന്നെ ഈ തിയേറ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രിവാൻഡ്രത്ത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ ഇതാണ്. ഇവിടുത്തെ ഓഡിയോ വേറെ ലെവൽ തന്നെയാണ്. ഞങ്ങളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഏതൊരു സിനിമ കണ്ടിറങ്ങുന്നതാണെന്ന് തോന്നുന്നു. നല്ല ക്രൗഡാണ്. നല്ല രീതിക്ക് വണ്ടികൾ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് നിൽപ്പുണ്ട്. അവിടെ താഴെയും കാറിന് പാർക്കിംഗ് ഉണ്ട്, ഈ സൈഡും പാർക്കിംഗ് ഉണ്ട്. ആ പോസ്റ്ററിൽ കാണുന്ന സിനിമയാണ് നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടത്. അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അവർ 2 പേരും എത്തിയിട്ടുണ്ട്. അജ്മലും അഭിലാഷ് ചേട്ടനുമാണ് അവിടെ നിൽക്കുന്നത്. അവരെത്തി. നമ്മളെല്ലാവരും അകത്തോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മേളിലോട്ട് പോവാം. അപ്പോഴേക്കും ഞാൻ മറ്റേ നേരത്തെ ഐമാക്സിൻ്റെ ആ സിനിമ കണ്ട വീഡിയോ ഉണ്ടല്ലോ, അതിൽ പറയാത്തൊരു കാര്യമുണ്ട്. നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം
നമുക്ക് അത് ആ സമയത്ത് നോക്കാനും പറ്റിയില്ല, നമുക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. അതിനുശേഷം എനിക്ക് ഒരാൾ പറഞ്ഞു തന്നെയാണ്, ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു സീനുണ്ട്, അതാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാത്തത്, ആ ഒരു അത്ര കിടില എക്സ്പീരിയൻസ്. ഞാൻ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അത് 2K ആയിട്ടും എനിക്ക് ആ ഒരു സമയത്ത് അത് വലിയൊരു എഫക്റ്റായിട്ട് തോന്നിയില്ല. നമ്മൾ മറ്റേ സിനിമ കണ്ടായിരുന്നു, ഇൻട്രസ്റ്റെല്ലാർ കണ്ടപ്പോഴും ആ ഒരു തോന്നിയില്ല 2Kയുടെ ആ ഒരു എഫക്റ്റ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം നല്ല രീതിക്ക് ആ ഒരു ഇത് മനസ്സിലായി. സംഭവം എന്ന് വെച്ചാൽ ഈ ഡുവൽ പ്രൊജക്ഷനാണ് അവിടെ വരുന്നത്. അപ്പം ചില സമയത്ത് ഇവർ സിംഗിൾ പ്രൊജക്ഷനൊക്കെ ഇടുമെന്നൊക്കെ പറയുന്നു. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ആ ഒറ്റ ഇതിടുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കുറവായിട്ട് വരുമെന്നുള്ള ഇതാണ് പറയുന്നത്. അപ്പം എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് പോയിട്ട് അത് ചോദിച്ചു നോക്കാം. അപ്പം നമ്മൾ തിയേറ്ററിനകത്ത് കയറി ഇവിടെ ഇരുന്നു. നമുക്ക് ഈ പ്രാവശ്യം ഞാൻ എടുത്തത് സെൻട്രൽ സീറ്റിലോ തന്നെയാണ് എടുത്തത്, സെൻട്രലായിട്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും ബാക്കിൽ സെൻട്രലായിട്ട് തന്നെ എടുത്തു. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത് DSERA കാണാനാണ്. പക്ഷെ അവിടെ അതിന് നമുക്ക് കറക്റ്റ് ടൈമിന് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി. അപ്പം ആ സൈഡിലോട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇൻ്റർവെല്ലായി അങ്ങനെ സിനിമ ഒരു ത്രില്ലർ ലെവലിലോട്ട് അങ്ങ് പോവുകയാണ്. എന്തായാലും ഇത്ര നേരം കണ്ട വെച്ച് കിടിലമായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമ തീർന്നിരിക്കുകയാണ്. നല്ലൊരു കിടില എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ. ഇപ്പോൾ ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ആദ്യം വീട്ടിലോട്ട് പോകണോ വേറെ എവിടെയെങ്കിലും പോകണോ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം, പോകുന്ന വഴിക്ക് ബാക്കി എല്ലാം തീരുമാനിക്കുക. പിന്നെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവരും പൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കിടില അഭിനയം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അഭിനയം. ദുൽഖറൊക്കെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഹീറോയിനും കിടിലമായിരുന്നു. പിന്നെ നമ്മളെ സമുദ്രക്കനി പുള്ളിയും കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, റാണയും കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഇതിൽ അവരെ 100% കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ സിനിമ ഇറങ്ങിയ തൊട്ട് ഫുൾ നെഗറ്റീവാണ്. ഇതൊരു ആക്ഷൻ സിനിമയല്ല, അങ്ങനെ പോയിരുന്ന് കാണരുത്. ഇത് ഈ സിനിമ കാണേണ്ട രീതി കാണണം. ഇതൊരു പെർഫോമൻസ് സെൻട്രിക് സിനിമയാണ്. അതുമല്ല സിനിമയ്ക്ക് ആ ഒരു ടെക്നിക്കലി വേറെ ലെവലായിട്ട് തന്നെ അവർ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതി കാണുക, അല്ലാതെ പോയി ആക്ഷൻ പടം എന്നുള്ള രീതിയിലൊന്നും പോയി ചെന്ന് കയറി കൊടുക്കരുത്. അങ്ങനെ നമ്മളൊരു ഷവർമ കഴിക്കാമെന്നുള്ള പ്ലാനിൽ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ അടുത്ത ചായയും കിട്ടും. നമ്മുടെ അലി ചായ കുടിക്കാമെന്നുള്ള പ്ലാനിലാണ് അലി നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഷവർമ മേടിച്ച് കഴിക്കാനുള്ള പ്ലാനിലാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 3 മണിയായി. എന്നിട്ടും ഇത് ഓപ്പണാണ്. നല്ല ക്രൗഡുണ്ട്, നല്ല ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടതുമല്ല, നല്ല ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഷവർമ ഓർഡർ ചെയ്യാണ്. 2 പേരെ കഴിക്കുന്നുള്ളൂ. പക്ഷേ കണ്ടില്ല, ഇവിടെ നല്ല വണ്ടികളും ഉണ്ട്, അതിനനുസരിച്ചുള്ള ക്രൗഡും ഉണ്ട്. അവിടെയുള്ള കടകളും ഓപ്പണാണ്. ഇവിടെ മാത്രമല്ല, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്, കുറേ പേര് നിൽപ്പുണ്ട്. ഈ വണ്ടി ഇപ്പോൾ കൊണ്ട് പാർക്ക് ചെയ്തോളൂ, ഇവിടെ കയറ്റിയൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇവിടെ ഒരു കിടിലം വൈബാണ്. രാവിലെ വെളുപ്പിനെ വരെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ വേറെ എവിടെയെങ്കിലും പോകണ്ട, അങ്ങോട്ട് ദൂരെ ഒന്നും പോകണ്ട. 24 മണിക്കൂർ ഓപ്പൺ ആയിരിക്കും എന്തായാലും ഇവിടെ കടകൾ. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും വന്ന് ഇവിടെ നിന്ന് വൈബൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള വൈബിനുള്ളതായി. രാവിലെ നേരെ പള്ളിയിൽ പോയിരുന്നു രാവിലെ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും കൊടിയേറ്റ്. അതും കഴിഞ്ഞ് ഇപ്പോൾ ആ സിനിമയ്ക്കും പോയി. അതും കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയാണ്. ഇനി നമ്മൾ 3 പേരുണ്ട് ഇപ്പം. അതിൽ അലി ഇവിടെ പോവും. അലിയുടെ വീട് ഇവിടെയാണ്. അത് കഴിഞ്ഞ് അലി ഇറങ്ങിയിട്ട് ഞാനും ജിബിനും കൂടെ കയറി അടുത്ത സ്പോട്ടിലോട്ട് പോകണം. അവിടെ ജിബി എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവൻ ഇനി അവൻ്റെ വീട്ടിലോട്ട് പോകണം. നമ്മൾ തിരിച്ച് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോണത്. ഇനി ഇനി വരണം ഇങ്ങോട്ട്. അടുത്ത പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വരും. അടുത്ത സൺഡേ പോകാനുള്ള പ്ലാനിലാണ്. ഇപ്പം ഫ്രൈഡേ ആണെന്ന്. അടുത്ത സൺഡേ ഇനി പോകണമെന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡിയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ സൺഡേ പോകുന്നൊരു വീഡിയോ ഇടും. അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.